പ്രമുഖ കുച്ചിപ്പുടി മോഹിനിയാട്ടം നർത്തകിയും നൃത്താധ്യാപികയുമായ കലാമണ്ഡലം കൃഷ്ണ ശ്രീജിത്ത് തൻ്റെ കലാജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് ക്യാപിറ്റൽ ക്യാൻവാസിൽ. ശാസ്ത്രീയ നൃത്തരംഗത്ത് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നടത്തി വേദിയിൽ അവതരിപ്പിക്കുന്ന നർത്തകിയാണ് കലാമണ്ഡലം കൃഷ്ണ ശ്രീജിത്ത്. അബുദാബി ബെനിയാസിലെ ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നൃത്താധ്യാപികയായി ജോലി ചെയ്യുന്ന കലാമണ്ഡലം കൃഷ്ണ ടീച്ചർ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. ഇക്കാലയളവിൽ അബുദാബിയിലെ വേദികളിൽ അവതരിപ്പിച്ച കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു. തൃശൂർ ആമ്പല്ലൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയുടെയും കലാമന്ദിരം ശോഭയുടെയും 2 മക്കളിൽ മൂത്ത മകളാണ് കൃഷ്ണ. പാരമ്പര്യമായി ലഭിച്ച കഴിവ് കൃഷ്ണയിൽ കണ്ടെത്തിയത് അമ്മ തന്നെയായിരുന്നു. 3-ാം വയസ്സിൽ അമ്മ ശോഭ കൃഷ്ണയെ നൃത്തം പഠിപ്പിച്ചു തുടങ്ങി. 7ാം ക്ലാസ്സിന് ശേഷം വളരെയധികം എല്ലാ കോമ്പറ്റീഷനുകളിലും സ്കൂളിലും എന്തൊരു പ്രോഗ്രാം വന്നാലും ഞാനതിൽ പങ്കെടുത്തു. അതിനുശേഷം പെട്ടെന്ന് അച്ഛനൊരു ദിവസം പറയുണ്ടായി, ഇങ്ങനെ കലാമണ്ഡലം എന്നുള്ളൊരു സ്ഥാപനമുണ്ട്, നിനക്ക് അവിടെ പോയി പഠിക്കാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്വപ്നം മനസ്സിൽ കണ്ടിട്ട് ഞാൻ കൂട്ടുകാരികളുടെ എല്ലാവരോടും പറയുകയും അങ്ങനെ ആ ഒരു സ്വപ്നത്തെ മനസ്സിലിരുത്തി കലാമണ്ഡലത്തിന് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ അവിടെ തിയററ്റിക്കലായിരുന്നു, അതിനുശേഷം പ്രാക്ടിക്കൽ. അതിനുശേഷം എനിക്ക് അവിടെ പഠിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. അപ്പോൾ 8ാം ക്ലാസ് മുതൽ എൻ്റെ ഡിഗ്രി വരെ 8 വർഷത്തെ ഗുരുകുല സമ്പ്രദായത്തോടു കൂടിയിട്ടുള്ള ആ ഒരു പഠനം ഞാൻ പൂർത്തിയാക്കി. കലാമണ്ഡലം രാജലക്ഷ്മി ടീച്ചർ, കലാമണ്ഡലം പുഷ്പലത ടീച്ചർ, കലാമണ്ഡലം ലതിക ടീച്ചർ, കലാമണ്ഡലം കവിത ടീച്ചർ, ഹൈമവതി ടീച്ചർ, ഇവരൊക്കെയാണ് ഇവരുടെ ആ ഒരു ഇതോടു കൂടിയിട്ട് തന്നെയാണ് ഞാൻ പഠനം അവിടെ നിന്ന് പഠിച്ചിറങ്ങിയത്. അമ്മയുടെ സഹോദരിമാരായ കലാമന്ദിരം ശ്യാമള, കലാമന്ദിരം ശ്രീദേവി നടരാജ് എന്നിവരും നൃത്തരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്നവരായിരുന്നു. മാതൃ സഹോദരിമാരുടെ പ്രോത്സാഹനവും മാതാപിതാക്കളുടെ പ്രചോദനവും ഉപദേശ നിർദ്ദേശങ്ങളും നൃത്തപഠന രംഗത്ത് ഉന്നതികൾ തേടിപ്പോകാനുള്ള സാഹചര്യമൊരുക്കി. 5 വയസ്സു മുതൽ മാതൃ സഹോദരി കലാമന്ദിരം ശ്യാമള ടീച്ചറുടെ കീഴിൽ നൃത്തം അഭ്യസിച്ചു. കലാമണ്ഡലത്തിൽ പ്രധാന വിഷയമായി മോഹിനിയാട്ടവും ഉപവിഷയമായി കുച്ചിപ്പുടിയുമാണ് എടുത്തിരുന്നത്. കൃഷ്ണയിലെ നൃത്തപാഠവം കണ്ടറിഞ്ഞ് അധ്യാപികയായ രാജലക്ഷ്മി ടീച്ചർ ഏറെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കുച്ചിപ്പുടിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കുച്ചിപ്പുടിയാണ് ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തത്. ഡോക്ടർ അനുരാധ ജനലാഗഡയുടെ മാമിൻ്റെ കീഴിൽ നിന്നും ഞാൻ എം എ കുച്ചിപ്പുടി ബിരുദാനന്തര ബിരുദം ഞാൻ കരസ്ഥമാക്കി. അതിനുശേഷം എം ഫിൽ മാസ്റ്റർ ഓഫ് ഫിലോസഫി ഇൻ കുച്ചിപ്പുടി, അത് മദ്രാസിൽ നിന്നും കുച്ചിപ്പുടിയിൽ തന്നെ ഞാൻ അവിടെ പോയി പഠിച്ച് എൻ്റെ തീസിസ് സൗന്ദര്യലഹരിയായിരുന്നു. എം ഫിലിനുള്ള സബ്ജക്റ്റ് വിഷയം സൗന്ദര്യലഹരിയുടെ നൃത്താവിഷ്കാരം കുച്ചിപ്പുടിയിലേക്ക് എന്നതായിരുന്നു എൻ്റെ ആ ഒരു വിഷയം ആയിരുന്നത് എം ഫിലിൻ്റെ. അതിനു വേണ്ടിയിട്ട് ഈ സൗന്ദര്യലഹരി പ്രാക്ടിക്കൽ ആയിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച് സ്വന്തം കൊറിയോഗ്രാഫി ചെയ്ത് അത് ഞാൻ പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ വൈസ് ഞാൻ എൻ്റെ തീസിസ് ഞാൻ അവിടെ സമർപ്പിച്ചു. അതിനുശേഷം ആ എം ഫിൽ സമയത്ത് തന്നെ ഞാൻ കാരണം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് തിയറി ക്ലാസ്സുകൾ മാത്രമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ വൈസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കലൈമാമണി ശൈലജ ടീച്ചറിൻ്റെ അടുത്ത് അവിടെ നൃത്താഭ്യാസം തുടർന്നു. സ്കൂൾ തല മത്സരങ്ങൾ മുതൽ യുവജനോത്സവ വേദികളിൽ വരെ നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ കൃഷ്ണ പഠനകാലത്തിനിടെ നിരവധി വേദികളിൽ ശാസ്ത്രീയ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ മുരളി മാധവന്റെ കീഴിൽ കുച്ചിപ്പുടിയിൽ മേഘസന്ദേശം എന്ന വിഷയത്തിൽ PhD ചെയ്തു വരുന്നതിനിടെ
കലാമണ്ഡലത്തിൽ നൃത്താധ്യാപികയായി സേവനം ചെയ്യാനുള്ള അവസരവും ലഭിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സാറിൻ്റെ ഹാനോവർ മെസ്സേ ഇത് ജർമ്മനിയിൽ അത് സഫലമായപ്പോൾ നമ്മുടെ എല്ലാ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസും അവിടെ ജർമ്മനിയിൽ അരങ്ങേറി നമ്മളുടെ ആ ഒരു ഇന്ത്യൻ കലകളെ അവിടെ കാണിക്കുകയുണ്ടായി. അതിൽ കൂച്ചിപ്പുടി അവതരിപ്പിക്കാനായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ലഭിച്ചു. അതെൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കാണുകയാണ്. കലാമണ്ഡലത്തിൽ അധ്യാപികയായി ചേരുന്നതിന് തൊട്ടു പിന്നാലെ 2015 കൃഷ്ണ വിവാഹിതയായി അബുദാബിയിലേക്ക് വന്നു. പാലക്കാട് സ്വദേശി ശ്രീജിത്ത് വസന്ത് കുമാർ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നയാളും ഒരു നല്ല കലാസ്വാദകനുമാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണയുടെ നൃത്ത ജീവിതത്തിന് സർവ്വ പിന്തുണയും ശ്രീജിത്ത് നൽകിപ്പോയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പറഞ്ഞിരുന്നു ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അബുദാബിയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുറത്തുള്ള സ്റ്റേജ് ഷോസും എല്ലാത്തിനും നമ്മൾ ഒരുമിച്ച് പോയി പെർഫോം ചെയ്ത് വരുന്നുണ്ട്. എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം സപ്പോർട്ട് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നൃത്താധ്യാപകരായ അമ്മയും സഹോദരിമാരും നാട്ടിൽ നടത്തുന്ന നൃത്ത പഠന ക്ലാസ്സുകളിൽ പഠിക്കുകയും പിന്നീട് അധ്യാപികയായി നിരവധി നർത്തകിമാർക്ക് ചുവടുകൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടാണ് കൃഷ്ണ ശ്രീജിത്ത് അബുദാബിയിലേക്ക് വന്നത്. ഗൗരവപൂർവ്വം നൃത്തത്തെ സമീപിക്കുന്നവരെ മാത്രമേ ഇവിടെയും കൃഷ്ണ ടീച്ചർ തൻ്റെ ക്ലാസ്സുകളിലേക്ക് ചേർക്കാറുള്ളൂ. ഞങ്ങളുടെ ക്ലാസ് ഭയങ്കര ചിട്ടയോടെയാണ് പോകുന്നത്, എല്ലാം സിസ്റ്റമാറ്റിക് ആണ്. പിന്നെ ഇതിൽ ഡാൻസ് ക്ലാസ്സിൽ വരാൻ തുടങ്ങിയ പിന്നെ നല്ല പ്രയോജനങ്ങളുണ്ട്. ഞങ്ങളെ ദേഹമൊക്കെ ഫ്ലെക്സിബിൾ ആവണേ. പിന്നെ ഞങ്ങൾ എക്സാംസൊക്കെ വരുമ്പോൾ ടെൻഷനൊക്കെ കുറയ്ക്കും. പിന്നെ പ്രാക്ടീസിൽ ടീച്ചർ സ്ട്രിക്റ്റ് ആണ്. ഞങ്ങൾ 5 മിനിറ്റ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ തന്നെ ആ ദിവസം എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പോകും. ഭിലായിലെ റായ്പൂരിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവലിൽ നൃത്തനൃത്യതി എന്ന പേരിൽ അവതരിപ്പിച്ച പ്രകടനത്തിലൂടെ കൃഷ്ണ ശ്രീജിത്ത് നൃത്യവിലാസിനി പട്ടവും നേടി. ഈ ബഹുമതി നൃത്തരംഗത്ത് തുടരുവാൻ കൂടുതൽ പ്രചോദനം നൽകി. എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ അത് 2-2.5 മണിക്കൂറായിട്ട് അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ അത് നീങ്ങി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 2.5 മണിക്കൂർ ക്ലാസ്സിൽ ആദ്യം ഒരു കുട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നൃത്താഭ്യാസം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമസ്കാരത്തിലൂടെയും ശ്ലോകങ്ങളിലൂടെയും. അതായത് ക്ലാസ്സിൽ എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഡാൻസ് പഠിച്ച് പോകാതെ ആ കുട്ടിക്ക് നാളെ നൃത്തം എന്താണ്, ആ നൃത്തം എങ്ങനെ അവളുടെ ശരീരത്തിൽ കൂടെ കൊണ്ടുപോകാം, ആ നൃത്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ നാട്യശാസ്ത്ര പ്രകാരമാണ് എൻ്റെ ക്ലാസ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. MBA പഠനം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ച സഹോദരി കൃപയോടൊപ്പം ചേർന്ന് വിപുലമായ രീതിയിൽ നൃത്ത പഠനത്തിനായി നാട്യകലാ അക്കാദമി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷ്ണ ടീച്ചർ. പരിപൂർണ പിന്തുണയും പ്രോത്സാഹനവുമായി ഭർത്താവ് ശ്രീജിത്ത് വസന്ത് കുമാർ കൂടെയുണ്ട്. നൃത്തവേദികളിൽ തിളങ്ങുന്നതിനോടൊപ്പം നാട്യകലയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ വിജയം നേടുവാനാവട്ടെ എന്ന് അഹ്ലൻ അബുദാബി ആശംസിക്കുന്നു.